ജർമ്മനിയിൽ അങ്ങനെ വിന്റർ സ്റ്റാർട്ട് ചെയ്തു കേട്ടാ. അപ്പൊ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ സാധനം ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല, എന്തായാലും ഒരു വലിയ ലോങ് വീഡിയോ ആയ സ്ഥിതിക്ക് ഞാൻ അത് പറയാൻ തരുന്നു. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. അപ്പൊ ഇന്ന് എന്റെ ക്ലീനിങ് ഡേ. റൂം ക്ലീൻ ആക്കണതല്ല, എന്റെ തന്നെ ക്ലീൻ ആക്കുന്ന ഒരു ദിവസം. മിക്കത് ഈ വർക്ക് ഫ്രം ഹോം ചെയ്യണ കാരണം ദിവസങ്ങളൊക്കെ എങ്ങോട്ടൊക്കെ പോണെന്ന് ഒന്നും മനസ്സിലാവണില്ല. മൺഡേ ആകുന്നു, പിന്നെ അത് ഫ്രൈഡേ ആകുന്നു, പിന്നെ ഇതാ ഒരു മാസം കഴിയുന്നു, ഇപ്പൊ ദേ വർഷവും കഴിയാറായി. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇങ്ങനത്തെ ഒരു തോന്നലുണ്ട്, ഒരു മാസം കഴിയുന്ന സ്പീഡിലാണ് ഒരു വർഷം പോണെന്നുള്ളത്? ഓണം കഴിഞ്ഞ് ദേ ഇപ്പൊ ക്രിസ്മസ് വരും, അത് കഴിഞ്ഞാൽ ദേ ന്യൂ ഇയർ 2026, പിന്നെ ന്യൂ ഇയർ പ്ലാന്, പിന്നെ അങ്ങനത്തെ ഗോള് അതും തീരും. ആ ഗോളൊന്നും ശരിയാവില്ല. പിന്നെ 2027 എന്ന് വിചാരിക്കും, പിന്നെ 2028 എന്ന് വിചാരിക്കും. അങ്ങനെ ഓരോ ഏജ് ഓരോ ദിവസം തോറും കടന്നു പോവാണ് കേട്ടോ. ചെറുപ്പമായിരുന്ന സമയത്ത് ഇത്രയും പെട്ടെന്ന് സമയം പോകണമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓരോ പീരീഡും കഴിയാൻ വേണ്ടി നമ്മൾ എന്തോരം വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഞാനൊക്കെ ആ ബെല്ലടിക്കണത് നോക്കിയിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു പീരീഡ് അല്ല, ഒരു പീരീഡിന്റെ ആ ലാഘവത്തോടെ വർഷങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വെളിച്ചെണ്ണൊക്കെ തേച്ച് നമ്മുടെ മുടിയിനൊന്ന് സെറ്റ് ആക്കാന്ന് വിചാരിക്കുകയാണ്. ഇവിടെ എപ്പോഴും ഹാർഡ് വാട്ടർ ആണ് കേട്ടോ. അതുകൊണ്ട് നാട്ടിൽ വെച്ച് അത്യാവശ്യം നല്ല മുടിയായിരുന്നു. ഇവിടെ എത്തിയിട്ട് മുടിയൊക്കെ നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയി. അപ്പോൾ മുടിനെ നന്നായി നമ്മൾ നോക്കിയില്ലെങ്കിൽ അടിപൊളിയായിട്ട് മൊട്ടത്തലയാവും കേട്ടോ. അപ്പൊ എന്റെ കേളി ഹെയർ ആണ്. അപ്പൊ ഞാൻ കേളി ഹെയർ റൂട്ടീൻ ഞാൻ എന്തൊക്കെ ചെയ്യണേന്നാണ് കാണിച്ചു തരുന്നത്. ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും എന്റെ നടു ഒട്ടിയും. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്, താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുടി കഴുകിയതിന് ശേഷം റെസ്റ്റ് എടുത്തിട്ട് വേണം നമ്മുടെ മെയിലൊന്ന് കഴുകാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മുടെ നടുന്ന് നിവരണ്ടേ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മുടി ചീകാറ്. സാധാരണ മുടിയുടെ ചീക്കണ സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ ആകെ പൊട്ടി നശിച്ച് നാശമായിട്ട് കിട്ടും. അപ്പൊ ഇതൊക്കെ ഞാൻ DME എന്നാണ് കേട്ടോ വാങ്ങിയത്. ഇതിന്റെ ഒതന്റിക്കൽ പേരും അതൊന്നും എനിക്കറിയില്ല. കേളി ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ കോമ്പുകളാണിത്. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ കേളപ്പ് ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്കത് അത്ര എഫക്റ്റീവായി തോന്നിയില്ല. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഹാർഡ് വാട്ടറിന്റെ ആണെന്ന് തോന്നുന്നത്. കേളാവുമ്പോൾ ഫ്രിസി ആയിട്ടാണ് കേളായി മാറുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കാണ്ടൂന്റെ കേളിംഗ് ക്രീമാണ്. അതാണ് കുറച്ചും കൂടി എനിക്ക് എഫക്റ്റീവായി തോന്നിയത്. ഇത് തോന്നുന്നത് ഇവിടുത്തെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചാലാണ് നമ്മുടെ കേൾസ് മര്യാദയ്ക്ക് നിൽക്കുള്ളൂ. ബിക്കോസ് ഇവിടെ ഹാർഡ് വാട്ടർ അല്ലേ നന്നായിട്ട്. അപ്പോൾ ഒന്നാമതൊരു ഫ്രിസിനെസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഫ്രിസിനെസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്ന് കണ്ടാൽ പറയോ, ഓണത്തിന് ഫുഡും ഉണ്ടാക്കിയില്ല, പുറത്തുനിന്ന് പോയി ഫുഡും കഴിച്ച് ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട തിരക്കിലാണ് കേട്ടോ. എനിക്ക് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആയുർവേദിക്കുമാണ് ഉണ്ടാവുന്നത് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. എനിക്ക് പണ്ട് എൻ്റെ അമ്മ കുഴമ്പൊക്കെ ഇട്ട് കുളിക്കുമ്പോൾ എനിക്ക് അമ്മ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഏജ് ആയി തുടങ്ങിയപ്പോഴാണ് തോന്നുന്നത് എനിക്കത് ഇഷ്ടമായി തുടങ്ങി. ഞാൻ പിന്നെ കുങ്കുമാതിയുടെ ആ ഒരു ഓയിൽമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം ബാക്കിലും എൻ്റെ ഫ്രണ്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുരുക്കളൊക്കെ PCOD ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു, അല്ല ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വലിയ വലിയ സ്റ്റബേൺ കുരുക്കളൊക്കെ വന്നിട്ട് അതിന്റെ പാടുകളുണ്ട്. അപ്പൊ അത് മാറ്റാൻ വേണ്ടി അതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നിയിരുന്നു കേട്ടോ. ഇതെനിക്ക് പറഞ്ഞു തന്നത് എന്റെ മേക്കപ്പ് ഇട്ട ആളാണ്. അപ്പൊ ആള് പറഞ്ഞു തന്നപ്പോൾ അപ്പൊ തുടങ്ങി ഉപയോഗിച്ചു തുടങ്ങിയത്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ ഇത് മാത്രമല്ല, വേറൊരു സംഭവം കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും. അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പൊ ഇൻകേസ് നിങ്ങൾക്ക് സ്റ്റബേൺ കുരുക്കളുടെ പാടൊക്കെ ഉണ്ടെങ്കിൽ. കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എവിടെ താമസിക്കണേന്നുള്ളത്. ഞാൻ താമസിക്കുന്നത് ഫ്രാങ്ക്ഫർട്ടിലാണ്. ഇത് എനിക്ക് എൻ്റെ ഓൺ പേഴ്സണൽ ആയിട്ട് റൂം കിട്ടിയ സ്ഥലമാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ജർമ്മൻ ലേഡിയുടെ വീടിന്റെ മുകളിലാണ് താമസിക്കുന്നത്. അപ്പൊ എനിക്ക് വേണ്ടി കിച്ചണും ബാത്റൂമും അതേപോലെ തന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഈ റൂഫ് ടോപ്പ് ഒക്കെ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുന്നത് എവിടെ താമസിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു റൂഫ് ടോപ്പ് ഒക്കെ ഇവരുടെ ഏകദേശം വീടുകളുടെ ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തോണ്ടാണ് വീടുകളെ കാണാൻ പറ്റും. പുതിയ ഡിസൈനിലൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അതൊരു റൂളാണ്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ഒരു കറുത്ത പൊട്ട് തൊട്ട് പിന്നെ എന്നെ തന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ആരെയും കാണാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോമും കൂടി ആയ കാരണം നമ്മൾ ഫിസിക്കലായിട്ട് ഒരു വർക്കും ചെയ്യണില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ബോഡിക്ക് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ എനിക്ക് തുടങ്ങി എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു വീഡിയോ ഇടാന്ന് വിചാരിക്കണം. അപ്പൊ ആ വീഡിയോ ഇടണല്ലോ എന്നുള്ള മോട്ടിവേഷനിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് എന്തായാലും നോക്കുക. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും കേട്ടോ. കാരണം ഈ എന്താ പറയാ, പുറം വേദന, കാലുവേദന, പിന്നെ വെരിക്കോസ് വെയിൻ ഇതൊക്കെ പെട്ടെന്ന് കയറി വരും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഓടാ ചാടാ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുക, അതായത് ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ ജോലി നമ്മളെ വന്ന് നോക്കില്ലല്ലോ. ജോലി അത്യാവശ്യമാണ്, പക്ഷെ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മുടെ ബോഡിയിൽ നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഞാനിത് എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണത്, ഉപദേശിക്കുന്നതല്ല കേട്ടോ. ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഞാനിത് എന്നാലോചിക്കും, നമുക്ക് ഓക്കെ ഒരു ടാസ്ക് പെൻഡിങ്ങിൽ നിർത്തിയാലും ഒന്ന് മര്യാദയ്ക്കൊന്ന് ഓടാൻ പോകാന്നൊക്കെ. പക്ഷെ എന്താണെന്നറിയില്ല, ടാസ്ക് ഹോംവർക്ക് തീരാണ്ട് നമുക്കൊരു ടെൻഷൻ മനസ്സിലുണ്ടാവില്ലേ. അതേപോലെ തന്നെയാണ് ടാസ്ക് തീർന്നിട്ടില്ല, ആളെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്
ഞാൻ വേഗം ആ ടാസ്ക് തീർക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അങ്ങനെ ചെയ്തതുകൂടി എൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്തു. ഞാൻ ഭയങ്കര ലീനായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചും കൂടിയും ഫാറ്റായി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന് എൻ്റെ ഹോർമോണൽ ബാലൻസ് ഒക്കെ കുറഞ്ഞു. കാരണം ഓൾറെഡി PCOD ഉള്ളത് കൊണ്ട് നമ്മൾ വെയിറ്റ് കൂടുതൽ ഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും. നമ്മുടെ ഇമോഷണൽ കൺട്രോൾ ഉണ്ടാവില്ല. ദൈവത്തിന്റെ ഭാഗം കൊണ്ട് പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് കുരുക്കൾ ഇപ്പൊ ബാലൻസ് ആയി തുടങ്ങി. എനിക്ക് തോന്നുന്ന ഏജ് ആവും തോറും കുരുക്കൾ ബാലൻസ് ആവേണ്ടത്. എനിക്ക് അത്ര വലിയ ഏജ് ഒന്നും ആയിട്ടില്ല കേട്ടോ. എനിക്ക് 26 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ തോന്നണ ഇപ്പൊ 30s പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ടീനേജ് കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ കുരുക്കൾ ബാലൻസ് ആവും തോന്നുന്നത് ചിലർക്ക്. അപ്പൊ എനിക്കിപ്പോ കുരുക്കൾ ബാലൻസ് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ബാക്കി കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന രീതി, പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ലാക്ടോസ് ഇൻടോളറന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ചില സമയത്ത് അസിഡിറ്റി കയറാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഫാമിലി പോലെ. ഇപ്പൊ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമന്റ്സ് വായിച്ചൊക്കെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ PCOD ഉള്ളവരും കൂടി ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. PCOD എന്തൊരു വലിയ മാരക രോഗമാണെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. അത്ര വലിയ രോഗമൊന്നും അല്ലാതെ ഈ ഇൻബാലൻസ്ഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇല്ലാത്തതുകൊണ്ട് വരുന്നതാണ്.